വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഫസ്റ്റ് തന്നെ ഇതൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നേരെ മറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഷോർട്ടായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. ഷോർട്ട്സ് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് കേസ് ഞാൻ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്കതെല്ലാം നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പേട്രിയോട്ട് സിനിമ ഇപ്പം OTT ഇറങ്ങിയിരിക്കുകയാണ്. സ്പോയിലർ ആവുണ്ടെന്നുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം കേസ്. ഓക്കെ, അപ്പോൾ പേട്രിയോട്ട് സിനിമ ഇപ്പം OTT ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പടം തിയേറ്ററിൽ ഉണ്ടായിരുന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ OTT വന്നപ്പോഴത്തേക്ക് സംഭവിച്ചത്. കാരണം ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് നാരായണൻ ടീമും ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്തപ്പോൾ മുതൽ, അതായത് ഓരോ ഘട്ടത്തിലും ഒരു മോഹൻലാൽ മമ്മൂട്ടി പടം, മോഹൻലാലിനെ മമ്മൂട്ടിന് ഈക്വലായിട്ട് ആ ഒരു പടത്തിൽ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ മൂവി ആയിട്ട് കൂടി തന്നെ മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിക്കുന്ന പടങ്ങളാണ് ഏതൊരു പടത്തിലും ഏതൊരു ആ ഒരു ഇതിലും നമ്മുടെ മഹേഷ് നാരായണനും കൂട്ടരും പ്രൊമോട്ട് ചെയ്ത് വിട്ടത്. പക്ഷേ ആ ഒരു ചാറ്റ് ഷോ വന്നപ്പോഴത്തേക്കും മഹേഷ് നാരായണൻ തുറന്ന് പറയുകയുണ്ട്, ഇതൊരു മമ്മൂട്ടി ഓവറോൾ എന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു മമ്മൂട്ടി പടമാണ്, പക്ഷേ മോഹൻലാൽ ഇതിൻ്റെ തുടർന്നേളം കാണാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ്, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ വെർഷനായിട്ട് മോഹൻലാൽ ഒരു സപ്പോർട്ടിങ് എക്സ്റ്റെൻഡഡ് ക്യാമിയോ വെർഷനായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നു. പിന്നെ നടന്നതാണ് നമ്മൾ ഒരു ലാലേട്ടൻ ഫാൻ, ഒരു ആസ് എ ഫാൻ ബോയ് എന്ന നിലയിൽ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു ലിഫ്റ്റ് ഫൈറ്റ് സീനിൽ ലാലേട്ടനെ അങ്ങ് കൊന്നു കളഞ്ഞു. അതായത് ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടർ മരിച്ചു പോകുന്നുണ്ട്. എന്താണ് അങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്ത മുതൽ ഓരോ നിമിഷങ്ങളിലും ഒരു മോഹൻലാൽ മമ്മൂട്ടി പടം തന്നെയാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടൊരു ക്യാമിയോ റോൾ വന്നിട്ട് എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചെറിയ സൂചന വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നു. ഇത് ട്രെയിലറിലെല്ലാം മോഹൻലാലിനെ കാണിച്ചിട്ടുള്ള ഭാവമൊക്കെ കാണിച്ചു, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതെന്ത് ഈ കാണിക്കുന്നേ? നമുക്കൊരിക്കലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ മോഹൻലാൽ മമ്മൂട്ടി പടം എന്ന് പറഞ്ഞിട്ട് ചെയ്തു വെച്ചത് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ വെർഷനാണ്. സോ ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഒരിക്കലും ഒരു മോഹൻലാൽ മമ്മൂട്ടി കമ്പയർ അല്ല, രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ള നടന്മാർ തന്നെയാണ്. സോ പറ്റാത്ത ബൈ.